ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള 3 എയർ ഡ്രോപ്പുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിസൺ ആണ്. രണ്ടാമത്തെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ട് കോയിൻ്റെ എയർ ഡ്രോപ്പാണ്. മൂന്നാമത്തെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാൻചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഡ്രോപ്പിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ എയർ ഡ്രോപ്പ് ആയിട്ടുള്ള കാറ്റിസണിൽ നിന്ന് തന്നെ തുടങ്ങാം. കാറ്റിസൺ MEXC ഗ്ലോബലിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കാം. MEXC ഗ്ലോബലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് KYC ഇല്ലാതെ തന്നെ ഇതിലിപ്പം ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് MEXCയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും MEXCൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് ഇമെയിൽ ID ഉപയോഗിച്ചും കൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ആ ഒരു MEXC ഗ്ലോബൽ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും. നിങ്ങൾ കാറ്റിസൺ എയർ ഡ്രോപ്പിൻ്റെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല എങ്കിൽ MEXC നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ എൻ്റെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ MEXCയിലേക്കാണ് വിഡ്രോവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് MEXCയിലുള്ള എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ നടക്കുന്ന 2 ഇവൻറ്റുകളെ കുറിച്ച് സംസാരിക്കാം. നമ്മളിതിൽ പറയാനായിട്ട് പോകുന്ന ഫസ്റ്റത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഒക്ടോബർ 1-ാം തീയതി വരെ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ പുതിയ യൂസേഴ്സിന് മാത്രമേ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് കാറ്റിസൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. പുതിയ യൂസർ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ അതിൽ ഇതുവരേക്കും $100 വർത്തായിട്ടുള്ള വോളിയം പോലും തികച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊരു പുതിയ യൂസറായിട്ട് അവർ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഇവൻ്റ് എന്താണെന്ന് നോക്കാം. പുതിയ യൂസേഴ്സിന് വേണ്ടിയിട്ട് അവർ ഏകദേശം 1,00,000 കാറ്റി ടോക്കൺസും അതുപോലെ തന്നെ 70,000 USDT ഫ്യൂച്ചേഴ്സിൽ ബോണസുമാണ് ഇവർ കൊടുക്കുന്നത്. ഇവൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഈ 15-ാം തീയതി തൊട്ട് അടുത്ത വരുന്ന ഒക്ടോബർ 1-ാം തീയതി വരെയാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി 2 ടാസ്കുകളാണ് ഉള്ളത്. നമുക്കത് ഓരോന്നും എടുത്ത് നോക്കാം. ടാസ്ക് 1 എന്ന് പറയുന്നത് ഈ ഒരു ഇവൻറ്റ് പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു 300 കാറ്റി ടോക്കൺ അല്ലെങ്കിൽ നിങ്ങളൊരു 100 USDT നിങ്ങളുടെ MEXCയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു $100 വർത്തായിട്ടുള്ള ട്രേഡിംഗ് വോളിയം കാറ്റിസണിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാസ്ക് 1 കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടാസ്ക് 2 എന്ന് പറയുന്നത് എന്താണെന്നാണ്. ടാസ്ക് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാസ്ക് 1-ലെ ഫസ്റ്റ് ടാസ്ക് തന്നെയാണ്. അതായത് 300 കാറ്റി ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ $100 ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി ടാസ്ക് 2-ലെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇവൻറ്റ് പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാറ്റിസൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ ഉള്ളിൽ മിനിമം ഒരു $100 വർത്തായിട്ടുള്ള ട്രേഡിംഗ് വോളിയം ക്രിയേറ്റ് ചെയ്യാം. അപ്പം ടാസ്ക് 1-ഉം ടാസ്ക് 2-ഉം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പം എന്തൊക്കെ റിവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് കിട്ടാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. ടാസ്ക് 1 കംപ്ലീറ്റ് ആക്കുന്ന ആളുകൾക്ക് കിട്ടാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 കാറ്റി ടോക്കൺ റിവാർഡായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടാസ്ക് 2 കംപ്ലീറ്റ് ആക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 കാറ്റി ടോക്കണും അതുപോലെ തന്നെ $10 ഫ്യൂച്ചേഴ്സിൽ ബോണസുമായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ആ ഫ്യൂച്ചേഴ്സ് ബോണസ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമുക്ക് ട്രേഡ് ചെയ്തും കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി ആ ഒരു പ്രോഫിറ്റ് മാത്രമേ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്കാണ് ഇവർ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് ആര് ചെയ്യുന്നു ആ ഒരു ബേസിസിലേക്കായിരിക്കും ഇവർ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു 7,00,000 കാറ്റി ടോക്കൺസ് അതുപോലെ തന്നെ 70,000 USDT ഫ്യൂച്ചേഴ്സ് ബോണസും സെലക്ട് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഇവർ കൊടുക്കുന്നത്. FCFS ആണ് ഇവരതിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇവൻറ്റും കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങളൊരു 100 USDT ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു 100 USDTൻ്റെ ട്രേഡിംഗ് വോളിയം സ്പോട്ടിലോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $20 ഒരു ബോണസ് കിട്ടുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബോണസ് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് കോയിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. ഇവർ 23-ാം തീയതിയാണ് ഇവരുടെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയം വരേക്കും പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇതുവരെ ഇവർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവർ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ട്വിറ്റർ ത്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് അവരിട്ടുണ്ടായിരുന്ന ത്രെഡ്.
അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു പോയിന്റ്സ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവർ ചിലപ്പം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക. ഗെറ്റ് 3.4x വാട്ട്, അതായത് നമുക്ക് എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ 3.4 ഇരട്ടി നമുക്ക് ആക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വാട്ട് പോയിന്റ്സ് ഒക്കെ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ സ്റ്റേക്ക് ചെയ്ത് വെക്കേണ്ടി വരും. സോ സ്റ്റേക്ക് ചെയ്യുന്നതും കൊണ്ട് ഇവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് പുതിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ ആ പ്രൊജക്റ്റുകളുടെ എയർ ഡ്രോപ്പും നമുക്കിവിടെ കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവർ ഉടനെ തന്നെ പുറത്തു വിടുന്നതായിരിക്കും. അപ്പം നമുക്ക് വേറൊരു വീഡിയോയും കൂടി ഇതിനെക്കുറിച്ച് ചെയ്യാം. ഇതല്ലാതെ മറ്റൊരു വിധ അപ്ഡേറ്റുകളും നമുക്ക് വാട്ട് കോയിനിൽ നിന്ന് ഇതുവരേക്കും കിട്ടിയിട്ടില്ല. കുറേ ആളുകൾ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മളത് അപ്പം തന്നെ നമ്മുടെ ടെലഗ്രാമിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇവരുടെ TG ആവാൻ ഇനി വെറും 4-5 ദിവസമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ അവരൊരു അപ്ഡേറ്റ് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാൻ ചെയിൻ എയർ ഡ്രോപ്പിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. തുടക്കത്തിൽ ഇവർ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങിയ എയർ ഡ്രോപ്പ് ഇപ്പോൾ ഇവരുടെ ഓൺ ചെയിൻ മിഷൻസ് തുടങ്ങിയ സമയത്ത് നൈസായിട്ട് മാറ്റിയിട്ടുണ്ട്. സോ 2-3 ദിവസം മുന്നേ ആണ് 12-ാം തീയതിയാണ് ഇവരുടെ ഓൺ ചെയിൻ മിഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഓൺ ചെയിൻ മിഷൻ എന്ന് പറയുന്നത് 6 ആഴ്ച നീണ്ടു നിൽക്കുന്നതായിരിക്കും. സോ ആ ഒരു സമയത്ത് ഇവരുടെ ചെയിനിലേക്ക്, അതായത് സ്വാൻ ചെയിനിലേക്ക് നമ്മൾ എതേറിയം ബ്രിഡ്ജ് ചെയ്താൽ മാത്രമേ ഇവരുടെ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവാനായിട്ട് പോകുന്നുള്ളൂ. ഇവർ ഈ അടുത്താണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത്. നമ്മൾ ഓൾറെഡി 2-3 ദിവസം മുന്നേ നമ്മുടെ ടെലഗ്രാമിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ഓൺ ചെയിൻ XP? നിങ്ങൾ എത്രത്തോളം എതേറിയം ഇവരുടെ ആ ഒരു ചെയിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് XP പോയിന്റ്സ് കിട്ടും. അതായത് ഒരു എതേറിയം ഒരു ദിവസം നിങ്ങൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ 50 XP പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് കിട്ടാനായിട്ട് പോകുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഓൺ ചെയിൻ XPനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സോഷ്യൽ ടാസ്കുകൾ ഏൺ ചെയ്തിട്ടുള്ള XP എന്ന് പറയുന്നത് നമുക്ക് ഓൺ ചെയിൻ XPൻ്റെ മേലെയുള്ള ഒരു ബോണസ് ആയിട്ട് മാത്രമായിരിക്കും ഇവർ കണക്കാക്കുക എന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തുടക്കത്തിൽ ഫ്രീ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് കുറേയധികം യൂസേഴ്സും ഇവർക്ക് കൂടെ കുറേയധികം ഫോളോവേഴ്സിനൊക്കെ കിട്ടിയത്. പക്ഷേ അവരാ ഒരു ക്രൈറ്റീരിയ എടുത്ത് മാറ്റി ഇപ്പം പെയ്ഡ് ടൈപ്പ് എയർ ഡ്രോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സ്വാൻ ചെയിനിലേക്ക് ബ്രിഡ്ജ് ചെയ്താലും മതിയാവും. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യുന്നതെന്നൊക്കെയുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഫണ്ട്സ് ഇട്ടാലും മതിയാവും, അല്ലെങ്കിൽ മറ്റ് എയർ ഡ്രോപ്പുകളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഓൺ ചെയിൻ XPയും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുക എന്ന് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാൻ ചെയിൻ്റെ പേജിൽ വരിക. അതിനുശേഷം ഓൺ ചെയിൻ മിഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ കയറാം. സോ അതിനുശേഷം ഇവിടെ ഇങ്ങനെ നമുക്ക് കാണിക്കുന്നുണ്ടാവും ബ്രിഡ്ജ് ടു സ്വാൻ ചെയിൻ. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ യൂസ് സ്വാൻ ചെയിൻ ഒഫീഷ്യൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് ഈ ഒരു സൈറ്റിൽ കണക്റ്റഡ് ആക്കി വെക്കണം. എൻ്റെ വാലറ്റ് ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ്, ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് കണക്റ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ കണക്ട് ചെയ്ത മെറ്റാമാസ്ക് വാലറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറച്ച് ഇതേറിയവും ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ വാലറ്റിൽ ഏകദേശം 0.002 ഇതേറിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ എന്തായാലും ടോപ്പ് അപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ബ്രിഡ്ജ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം $6 വർത്തായിട്ടുള്ള എതേറിയം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു $60 to $70 വർത്തായിട്ടുള്ള എതേറിയം ആഡ് ചെയ്തിട്ട് എന്തായാലും ബ്രിഡ്ജ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ജസ്റ്റ് ബ്രിഡ്ജ് ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഡെപ്പോസിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാലറ്റിൽ ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കൺഫേം ചെയ്യാം. ഓക്കെ, നമ്മുടെ പോപ്പപ്പ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പം വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ബ്രിഡ്ജ് ചെയ്യേണ്ട ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $6 $7 അടുപ്പിച്ച് ഫീസും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിരാവിലെ സമയത്ത് ബ്രിഡ്ജ് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ സ്വാൻ ചെയിനിൽ നിന്ന് എതേറിയം നിങ്ങളുടെ എതേറിയം മെയിനെറ്റിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു സ്വാൻ ചെയിനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എതേറിയത്തിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്കിവിടെ XPയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എതേറിയം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് 50 XP ആണ് കിട്ടുന്നത്. അപ്പം 0.1 എതേറിയമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 XP ആയിരിക്കും കിട്ടുന്നത്. സോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്.
എന്തായാലും ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് ഞാനിതിലേക്ക് എതേറിയം ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ എത്ര ആഡ് ചെയ്തു, അതുപോലെ തന്നെ എത്രത്തോളം XP ആണ് ഡെയിലി കിട്ടുന്നതെന്നൊക്കെയുള്ള അപ്ഡേറ്റ് ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.